നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രീൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണ ദിവസം രാവിലെ തന്നെ മൂന്നാറിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ മൂന്നാറിൽ പോകുമ്പോൾ ഇപ്പോൾ ഉള്ളത് കോതമംഗലം ഇവോക്കിലാണ്. മൂന്നാറിൽ പോകുമ്പോൾ കോതമംഗലം കഴിഞ്ഞാൽ പിന്നെ മൂന്നാറിൽ മാത്രമേ ചാർജറുള്ളൂ. അതുകൊണ്ട് കോതമംഗലത്ത് നിന്ന് ചാർജ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ തന്നെ ഇവിടെ ക്യൂ ഉണ്ട്. കോതമംഗലത്ത് KSEBയുടെ വേറൊരു ചാർജറും കൂടി ഉണ്ട്. അപ്പോൾ മിക്കവാറും മൂന്നാറിൽ തൃശ്ശൂർ എറണാകുളം പറന്ന് വരുന്ന ആൾക്കാർ കോതമംഗലത്ത് ചാർജ് ചെയ്യലാണ് പതിവ്. കൂടാതെ നമുക്ക് പെരുമ്പാവൂർ ഊട്ടുപുര റെസ്റ്റോറൻറ്റ് അടുത്ത് ഈ വോക്കിൻ്റെ മറ്റൊരു ചാർജർ. അപ്പോൾ അതിലിവിടെ ക്യൂ ഉണ്ട്. കോതമംഗലം മൂവാറ്റുപുഴ റോഡിലുള്ള KSEBയുടെ ചാർജറാണ്. ഇവോക്ക് ചാർജർ ബിസി ആയതുകൊണ്ട് KSEBയുടെ ചാർജറിലേക്ക് വന്നു. ഇന്ന് പ്രത്യേകിച്ച് തിരുവോണ ദിവസമാണ്, വെക്കേഷനാണ്, ആളുകൾ കൂടുതൽ യാത്ര ചെയ്യും. അപ്പോൾ മിക്കവാറും ഈ ഭാഗത്തുള്ള ചാർജിങ് മെഷീനൊക്കെ ബിസി ആയിരിക്കും. നമുക്ക് KSEB ചാർജിങ് മെഷീനിൽ ചാർജ് ചെയ്യുമ്പോൾ ചാർജ് മോഡിൻ്റെ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ചാർജ് മോഡിൻ്റെ ആപ്പിൽ KSEBന്ന് മാത്രം ചാർജ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതാകുമ്പോൾ യൂണിറ്റിന് ഏകദേശം 15 രൂപ റേറ്റിൽ നമുക്ക് ചാർജ് ചെയ്യാം. ഇവോക്കിൽ നമുക്ക് 12 രൂപ 60 പൈസ, അതായത് ഇവോക്ക് മെമ്പേഴ്സിന് 12 രൂപ 60 പൈസ പ്ലസ് GST പിന്നെ ഇതിൽ ചാർജ് ചെയ്യാം. പക്ഷേ ഇവോക്ക് ബിസി ആയതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. നമുക്ക് മൂന്നാറിൽ ചെന്നാൽ KSEBയുടെ ഒരു ചാർജിങ് മെഷീൻ ഉണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ബിസി പ്രതീക്ഷിക്കണം. അതുകൊണ്ട് കോതമംഗലം തന്നെ മാക്സിമം ചാർജ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. മൂന്നാറിൽ പുതിയൊരു ചാർജിങ് മെഷീനും കൂടി വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. 60 കിലോവാട്ടിൻ്റെ സിഹ്ല എനർജിയുടെ മൂന്നാർ ടൗണിൽ തന്നെ 60 കിലോവാട്ട് 2 കണ്ണുള്ള മെഷീൻ ഉടനെ തന്നെ വരും. ഞങ്ങളൊന്ന് പോകുന്നത് മൂന്നാർ കഴിഞ്ഞ് വട്ടവടയിലേക്കാണ്. മൂന്നാറിൽ നിന്ന് വീണ്ടും ഒരു 40-45 കിലോമീറ്ററോളം പോകണം. അതായത് വീണ്ടും കയറണം. മൂന്നാറിൽ നിന്ന് വീണ്ടും കയറ്റം കയറാനുള്ളത്. അതുകൊണ്ട് കോതമംഗലത്ത് തന്നെ മാക്സിമം ചാർജ് ചെയ്യുന്നു. പിന്നീട് മൂന്നാറിലും അവസരം കിട്ടണമെങ്കിൽ ചാർജ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വട്ടവട എത്താനുള്ള ചാർജ് ഇവിടെ തന്നെ ഉണ്ടാവും. മൂന്നാറിലെ KSEBയിൽ ഗണ്ണ് ഫ്രീ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ചാർജ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. വട്ടവടയിലുള്ള ഡ്രീം വാലി റിസോർട്ടിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് പിന്നെ മൂന്നാറിലെ KSEB ചാർജർ. ഓൾറെഡി 2 വണ്ടികളിലൂടെ കിടപ്പുണ്ട്. എൻ്റെ വണ്ടിയിൽ 58% ചാർജുണ്ട്. ഏതായാലും 58% ചാർജ് കൊണ്ട് വട്ടവടയിലെത്താൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നില്ല.
മൂന്നാർ ടോപ്പ് സ്റ്റേഷന് എത്തുന്നതിന് മുമ്പ് കണ്ട ഈ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുള്ളത്. മൂന്നാർ വട്ടവടയിലാണ് ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത്. വട്ടവടയിലെ ഡ്രീം വാലി റിസോർട്ട്. മൂന്നാറിൽ നിന്നൊരു 42 കിലോമീറ്റർ കൂടി പോരണം. ടോപ്പ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് പോകേണ്ടതുണ്ട്. ഇതാണ് റിസോർട്ട്. നല്ല വൈബാണ്. മലനിരകളാണ്, അതിൻ്റെ ഇടയിലുള്ളൊരു വാലി. ശരിക്കും നല്ല വൈബാണ്, നല്ല റിസോർട്ട്. ഞാൻ ഈ റിസോർട്ട് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ എന്ന്. അപ്പോൾ അവർ സൗകര്യം ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടി ഇവിടെ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ചാർജ് ചെയ്തത്. ഇപ്പോൾ 100% ചാർജ് വണ്ടിയിലായി. ഇത് താഴെ കാണുന്ന ടെൻറ്റ് ഹൗസുകൾ ഇവരുടെ തന്നെ റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് ടെൻറ്റ് ഹൗസ്. ഈ കാണുന്നതാണ് ക്യാമ്പ് ഫയർ. ഇന്നലെ രാത്രി നല്ല രസമായിരുന്നു ക്യാമ്പ് ഫയറൊക്കെ ആയിട്ട്. മ്യൂസിക്കൊക്കെ ഇട്ട് തരും. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്ക്. ചുറ്റും മനോഹരമായിട്ടുള്ള മലനിരകൾ. നല്ല സ്ഥലമാണ്. ഇന്നലെ കോതമംഗലത്ത് നിന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് മൂന്നാറിലെത്തുമ്പോൾ 58% ചാർജായിരുന്നു. മൂന്നാറിൽ നോക്കിയപ്പോൾ KCB ചാർജിങ് വർക്കിംഗ് ആണ്, പക്ഷേ അവിടെ ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 58% ചാർജ് കൊണ്ട് തന്നെ വട്ടവടയിൽ 42 കിലോമീറ്റർ ഉള്ളൂ എന്നുള്ള കരുതി വട്ടവടയിലേക്ക് കയറി. 28% ചാർജിൽ ഇവിടെ എത്തി. ഇവിടെ നിന്ന് ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഇവിടേക്കൊക്കെ വരുമ്പോൾ ചാർജിങ് സൗകര്യങ്ങൾ നമ്മൾ ഉറപ്പാക്കണം. EV ഒക്കെ ആയിട്ട് വരുമ്പോൾ ഉറപ്പാക്കിയിട്ടേ വരാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ മൂന്നാറിൽ നിന്ന് 100% ചാർജ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടായി.
ഇവിടെയാണ് ഇവിടെ സ്വിമ്മിംഗ് പൂള്. എല്ലാ സൗകര്യമുള്ള നല്ലൊരു റിസോർട്ടാണ് ഡ്രീം വാലി. ഒരു ഫാമിലിക്ക് ഒരു ദിവസത്തേക്ക് 5000 രൂപ വരും. 5000 രൂപ സ്റ്റാർട്ടിങ് ആയിരിക്കും. വട്ടവടയുടെ മുഴുവൻ സൗന്ദര്യവും നമുക്ക് ഈ റിസോർട്ടിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റും. ഇബിയിൽ വട്ടവട വന്നിട്ടുള്ള ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ യാത്രകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിട. നന്ദി, നമസ്കാരം.